Welcome to RK's Stories. വില്ലോദ്രി ഭാഗം 15. ഔട്ട് ഹൗസിന്റെ വെളിയിൽ നിന്നും അമ്മച്ചിയുമായി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് പോകുവാൻ തിരിയുന്നതിനിടയിലാണ് കുറച്ചകലെയായി ബംഗ്ലാവിന്റെ 1-ാം നിലയിലെ റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിൽ നിൽക്കുന്ന ശിവയെയും അദ്രികയെയും അവൻ കണ്ടത്. അവൻ നോക്കുന്നത് കണ്ട് അവിടെ നിന്നും അവർ കൈ വീശി കാണിച്ചു. തിരികെ കൈ വീശുന്നതിനിടയിൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദവും അവൻ കേട്ടു. ഫോണിൽ ശിവന്യയുടെ പേര് കണ്ട വിജയ് ഫോൺ ചെവിയോട് ചേർത്തു. ദൂരെ ബാൽക്കണിയിൽ നിന്നും ശിവന്യ അവനോട് ഫോണിലൂടെ സംസാരിച്ചു. ഹായ് വിജയ്, യു ഗുഡ്? അവിടെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അവളുടെ ചോദ്യം കേട്ട് അവൻ അവൾ കാണെ തല കുലുക്കി. ഓ യെസ്, മോർ ദാൻ എനഫ് ശിവ, താങ്ക് യു. ഓ ഗുഡ്. പിന്നെ രാത്രി ഭക്ഷണം ഇവിടെ നിന്നും ആകാട്ടോ. ഒരു 8:30 കൂട്ടുകാരനെയും കൂട്ടിങ്ങ് വന്നേക്കൂ. ഓ ഷുവർ. ഓക്കെ കൂൾ, ബൈ ദെൻ. നിന്റെ പഴയ ചെക്കനിപ്പോ കുറെ കൂടി ചൊങ്കനായല്ലോടി പെണ്ണെ. ഫോൺ കട്ട് ചെയ്യുന്നതിനിടയിൽ കണ്ണുകളിൽ കുസൃതി നിറച്ചുകൊണ്ട് ശിവ അദ്രികയോട് പറഞ്ഞു. ശരിയാ, പക്ഷെ പറഞ്ഞിട്ടെന്നാ കാര്യം? യോഗമില്ല മോളെ. കളിയായിട്ട് ചെറിയൊരു നെടുവീർപ്പിന്റെ അകമ്പടിയോടെ അദ്രിക മറുപടിയും കൊടുത്തു. യോഗമൊക്കെ നമുക്കുണ്ടാക്കടി പെണ്ണെ. നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കാട്ടുകോഴിയെ ഒന്നങ്ങ് തട്ടി ഉണർത്തിയാ മതി. ചെക്കനിനിയിപ്പോ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. ദേ, മഞ്ജു ചേച്ചിക്ക് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ടും അവൻ ഇങ്ങോട്ട് ഞാൻ കെട്ടിയെടുത്തിരിക്കുന്നതേ നിനക്കും കൂടി വേണ്ടിയാ മോളെ. ഓ പിന്നെ എനിക്കെങ്ങും വയ്യ ഇനിയും പോയി നാണം കിടാൻ. മുഖം ചുളിച്ചുകൊണ്ട് അദ്രിക പറഞ്ഞു. നിനക്ക് വയ്യെങ്കി ഞാൻ പോയി ചോദിക്കാം അളിയനോട്. അളിയനോ? പിന്നല്ലാതെ, നിന്റെ കെട്ടിയോൻ എന്റെ അളിയനായിട്ട് വരില്ലേ? പക്ഷെ അളിയനോട് ആദ്യം എന്റെ ചെക്കനെ കണ്ടുപിടിച്ച് തരാൻ പറയണം. ശിവ, ജെറാൾഡ്. ശിവ കൈയുയർത്തി ജെറാൾഡിനെ കുറിച്ച് പറയാൻ തുടങ്ങിയ അദ്രികയുടെ വായ് പൊത്തി. നോ അദ്രി, അവൻ ഇപ്പോഴും ജീവനോട് തന്നെ ഉണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ആത്മവിശ്വാസത്തോടെ തന്നെ നോക്കി ചിരിക്കുന്ന ശിവയുടെ മുഖത്തേക്ക് നോക്കിയ അദ്രികയുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു. അന്ന് രാത്രി ശിവ പറഞ്ഞ സമയത്ത് വിജയും അമലും ബംഗ്ലാവിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും അവരെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. രണ്ടുപേരുടെയും വീട് പാലക്കാട് തന്നെയാണോ? വിശാലമായ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വാസുദേവൻ വിജയിനോട് ചോദിച്ചു. അതെ അങ്കിളെ, പാലക്കാട് ഞങ്ങളുടെ വീടുകൾ അടുത്തടുത്ത് തന്നെയാ. പാലക്കാട് എവിടെയാ വീട്? അവരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കൗസല്യ ചോദിച്ചു. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ ആന്റി. അമലാണ് മറുപടി പറഞ്ഞത്. നീ എന്നെ ആന്റി എന്നൊന്നും വിളിക്കണ്ട, കൗസല്യാമ്മന്ന് വിളിച്ചാ മതി, കേട്ടല്ലോ? ശരി ആന്റി. ഓ സോറി കൗസല്യാമ്മേ. അവന്റെ പറച്ചിൽ കേട്ട് കൗസല്യ അവനെ തറപ്പിച്ചൊന്നു നോക്കി. രണ്ടുപേർക്കും അക്കൗണ്ട്സിൽ തന്നെയാ എക്സ്പീരിയൻസ് എന്നല്ലേ പറഞ്ഞത്? ടേബിളിന്റെ തലക്കലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന ആദികേശവ പണിക്കർ ചോദിച്ചു. ഞാൻ റിയാദിലായിരുന്നപ്പോ ഓപ്പറേഷൻസും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പണിക്കരെയും ശിവയെയും നോക്കിക്കൊണ്ടാണ് വിജയ് മറുപടി പറഞ്ഞത്. മുത്തച്ഛ, അങ്ങനെയാന്നേ വിജയന് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ചാൻസ് കൊടുത്താലോ? നമുക്കെന്തായാലും ഒരു ഓപ്പറേഷൻ സീറ്റിന്റെ വേക്കൻസി ഉണ്ട്. നീ വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷേ പ്രധാന കാര്യം അതൊന്നുമല്ലെന്ന് വിജയിന് അറിയാലോ അല്ലേ? ഓ അറിയാം സർ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു മീറ്റ് ദാറ്റ് ജോർജ് ആൻഡ് വിൽഫ്രഡ്. ഓ, അപ്പോ നേരിട്ട് മുട്ടാൻ തന്നെയാ തീരുമാനം അല്ലേ? ഗുഡ്. അതെ സർ, ഇനി മടിച്ചു മാറി നിന്നിട്ട് കാര്യമൊന്നുമില്ല. വരുന്നത് എന്തായാലും വഴി വെച്ച് കാണാം. ശിവ, ഐ ലൈക്ക് ദിസ് ഗൈ. പണിക്കർ പറഞ്ഞത് കേട്ട് ശിവ അദ്രികയെ നോക്കി കണ്ണിറുക്കി. മുത്തച്ഛനെ പിടിച്ച മോളെ അളിയനെ. തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന അദ്രികയെ മുട്ടുകൈ കൊണ്ടൊന്ന് തട്ടിയിട്ട് ശിവ മെല്ലെ പറഞ്ഞു. എന്താ നീ പറഞ്ഞത്? കേട്ടില്ല. ശിവ ഇരുന്ന് പിറുപിറുക്കുന്നത് കണ്ട പണിക്കർ അവളോട് ചോദിച്ചു. ഒന്നുമില്ല മുത്തശ്ശ, ആദ്യം പറഞ്ഞതാ. പിറ്റേ ദിവസം കാലത്ത് തന്നെ വിജയും അമലും ശിവന്യയോടൊപ്പം അവളുടെ ദേവ് കൃഷ്ണായൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹെഡ് ഓഫീസിൽ ചെന്ന് ചാർജ് ഏറ്റെടുത്തു. കമ്പനി GM റോയ് വർഗീസിനോടും HR ജയപാലിനോടും
വിജയിന്റെയും അമലിന്റെയും കാര്യങ്ങൾ നേരത്തെ തന്നെ അവൾ സംസാരിച്ചിരുന്നു. ഇല്ലിത്താഴത്തെ കമ്പനിക്ക് ഈ ദേവകൃഷ്ണ എന്ന പേര് എങ്ങനെ വന്നു? മാനേജിംഗ് ഡയറക്ടർ എന്ന ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന മുറിക്കകത്തേക്ക് കയറുമ്പോൾ വിജയ് ചോദിച്ചത് കേട്ട് ശിവന് ചിരിച്ചു. ഓഹോ, അത് മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും പേരുകൾ കൂട്ടിച്ചേർന്നതാ. ദേവകി ആൻഡ് കൃഷ്ണൻ. ഓ, അത് ശരി. വിജയ്, ഇവിടെ സെയിൽസ് ടീമിലെ ആൾക്കാരുൾപ്പെടെ മൊത്തം 45 പേരുണ്ട്. ഓപ്പറേഷൻസ് ഹെഡിന്റെ ഇവിടെയുള്ള ഡ്യൂട്ടി ടീമിന് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാ. നമ്മുടെ എല്ലാ ബിസിനസിന്റെയും ഓഫീസുകളുടെയും ഒക്കെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഓപ്പറേഷൻസ് ആണ്. തൽക്കാലം നിങ്ങൾ ഒരു റൂട്ടീൻ ചെക്ക് മാത്രം ചെയ്താൽ മതിയാകും. കാരണം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എം ഡിയുടെ കസേരയിലേക്ക് ഇരിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞത് കേട്ട് വിജയ് തലകുലുക്കി. ബാഗിൽ നിന്നും ലാപ്ടോപ്പ് എടുക്കാൻ ഇടത് കൈകൊണ്ട് അവൾ ശ്രമിക്കുന്നത് കണ്ട വിജയ് അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി തുറന്ന് ലാപ്ടോപ്പ് എടുത്ത് മേശയുടെ മുകളിലേക്ക് വെച്ച് ഓൺ ചെയ്തു കൊടുത്തു. താങ്ക് യു വിജയ്. നിങ്ങൾ ഇന്ന് തന്നെ ജോർജ് മട്ടിയെ കാണാൻ പോകുന്നുണ്ടോ? ലാപ്ടോപ്പ് ഓൺ ചെയ്തുകൊണ്ട് അവൾ ചോദിച്ചു. യെസ്, ഇന്ന് ഉച്ച കഴിഞ്ഞ് അവരുടെ ഓഫീസിൽ നേരിട്ട് പോയി ഒന്ന് കാണാൻ തന്നെയാ വിചാരിക്കുന്നത്. ശിവയുടെ ടേബിളിന് എതിരെയുള്ള കസേരയിലേക്ക് ഇരുന്നിട്ട് വിജയ് പറഞ്ഞു. എങ്ങനെ പോകാനാ ഉദ്ദേശിക്കുന്നേ? ഞങ്ങളുടെ ബൈക്ക് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ബൈക്ക് എടുത്തു പോകാമെന്നാ വിചാരിക്കുന്നത്, അമൽ പറഞ്ഞു. ശരി. പിന്നെ വിജയ്, ഞാൻ ഒരിക്കൽ പറഞ്ഞതാ, ആ ജോർജ് ഒരു കുറുക്കന കേട്ടോ. മുന്നിൽ നിൽക്കുന്നത് ഒരു ശത്രു ആണേ പോലും അയാൾ സംസാരിക്കുന്നത് കേട്ടാത്തൊന്നും ഏതോ സ്വന്തക്കാരനാണെന്ന്. എന്നാൽ അയാളുടെ മകനെ വിൽഫ്രഡ് റിയാക്ട് ചെയ്യുന്ന ഇനമാ. സോ ബി കെയർഫുൾ വെൻ യു ഗോ ദേർ. ഓ, ഡോണ്ട് വറി ശിവ, വി വിൽ ഹാൻഡിൽ ദാറ്റ്. ഓക്കെ. പിന്നെ ഒരു കാര്യം, മഞ്ജിമ ചേച്ചിയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല, നിങ്ങൾ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ തന്നെയാ കേട്ടോ മേഘ ചേച്ചിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സോ പ്ലീസ് ഡോണ്ട് ഓവർ റിയാക്ട് വെൻ യു സീ ഹർ ഹിയർ. ഓ യെസ്, നോ പ്രോബ്ലം. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവർ നോക്കിയപ്പോഴേക്കും റോയ് സാറും ജയപാലും ഡോർ തുറന്ന് അകത്തേക്ക് കടന്നു വന്നു. ശിവ കൈ കാണിച്ചത് കണ്ട് ടേബിളിന്റെ സൈഡിലായിട്ടിരുന്ന സെറ്റിയിലേക്ക് ഇരുന്നിട്ട് അവർ അവളെ നോക്കി. നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ വരാൻ പറഞ്ഞത് ഇവരുടെ കാര്യം ഒന്നുകൂടെ സംസാരിക്കാൻ വേണ്ടിയാ. ആസ് ഐ ടോൾഡ്, വിജയ് വിൽ ബി അവർ ഓപ്പറേഷൻസ് ഹെഡ് ആൻഡ് അമൽ വിൽ അസിസ്റ്റ് അവർ ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ. പക്ഷേ ഇവര് ആവശ്യമായ റിപ്പോർട്ടുകളൊക്കെ വെരിഫൈ ചെയ്യുമെന്നല്ലാതെ എല്ലാ ദിവസവും ഓഫീസിൽ വരലോ പുള്ളി ആക്റ്റീവായിട്ട് കമ്പനിയുടെ കാര്യങ്ങൾ ഇടപെടലോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് പേഴ്സണലായിട്ട് കുറച്ച് അസൈൻമെന്റുകൾ ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട്. ബട്ട് കീപ് ദിസ് ഇൻഫർമേഷൻ സ്ട്രിക്ട് കോൺഫിഡൻസ്. ഷോ മാഡം. റോയിയും ജയപാലും പരസ്പരം ഒന്ന് നോക്കി. ഓക്കെ, then you may go now. They will come to your cabin. എല്ലാവരെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കു കേട്ടോ. ഓക്കെ മാഡം. റോയ് സാറും ജയപാലും എഴുന്നേറ്റ് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ വിജയ് ആൻഡ് അമൽ, നിങ്ങൾ റോയ് സാറിന്റെ റൂമിലേക്ക് ചെന്നാലേ പുള്ളി എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരും. അപ്പോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വൈകുന്നേരം കാണാം. ശിവ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിജയും അമലും കസേരകളിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ ആ മഞ്ജു എന്ന് പറഞ്ഞ ഭൂതം കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിലേ ആ അടിപൊളിയായനെ, അല്ലേ മച്ചാനെ? വിജയനോട് പറഞ്ഞും കൊണ്ട് ശിവയുടെ ക്യാബിനിൽ നിന്നും ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങിയ അമൽ തൊട്ടു മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന മഞ്ജിമയെ കണ്ട് ചിരിക്കാൻ ശ്രമിച്ചത് അമ്പെ പരാജയപ്പെട്ടുപോയി. ഏറുകൊണ്ട് ചളുങ്ങിയ കലത്തിന്റെ മുഖഭാവത്തോടെ അവൻ അവളുടെ മുന്നിൽ നിന്നു. അതേടോ, ഞാനൊരു ഭൂതം തന്നെയാ. നീയൊക്കെ കൂടെ കുഞ്ഞുയുടെ മുന്നിൽ എന്നെ നാറ്റിച്ചു. പക്ഷെ ചെവിക്കുന്നുള്ളിക്കോ നിന്നെ ഒന്നും ഞാനിവിടെ വെച്ച് വാഴിക്കില്ല. നിനക്കൊക്കെ ഉള്ള പണി ഞാൻ തന്നിരിക്കും. മഞ്ജിമയാ ഈ പറയുന്നേ. എടി മതിയടി കടന്ന് കുറച്ചത്. ഇപ്പോ ഇക്കാര്യം ഞങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനിയും നീ കിടന്ന് നെകളിച്ച ഈ ഓഫീസ് മൊത്തം നിന്നെ ഞങ്ങൾ നാറ്റിക്കും. അത് 3.5 തരം. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വിജയ് പറഞ്ഞു. അവന്റെ നോട്ടത്തിന്റെ തീക്ഷണത താങ്ങാനാവാതെ മുഖം കുനിച്ച് പല്ല് ഞെരിച്ച് ചവിട്ടി കുതിച്ചുകൊണ്ട് അവൾ അവരുടെ മുന്നിൽ നിന്നും തിരിഞ്ഞു നടന്നു. എടാ, ഇമ്മാതിരി ഡയലോഗ് നീ അന്നേ പറഞ്ഞിരുന്നെങ്കിലേ അവൾ അപ്പോഴേ നിലക്കുന്നേനെ. അതെങ്ങനെ? അവക്കടെ കാര്യം പറഞ്ഞ പണ്ട് തേനും പാലുമല്ലേ ചെറുക്കന്റെ വായിന്നൊഴുകിയിരുന്നേ. റോയ് സാറിന്റെ ക്യാബിനിലേക്ക് പോകാൻ ലിഫ്റ്റിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അമൽ പറഞ്ഞു. മതിയടാ, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. അല്ലടാ, ആരടെ കുഞ്ഞി? ലിഫ്റ്റിലേക്ക് കയറുന്നതിനിടയിൽ അമൽ ചോദിച്ചു. ഓ, അത് മേഘയെ വീട്ടിൽ വിളിക്കുന്ന പേരാടാ. അവന് പിന്നാലെ ലിഫ്റ്റിലേക്ക് കയറിക്കൊണ്ട് വിജയ് മറുപടി കൊടുത്തു. കുഞ്ഞി, അത് കൊള്ളാലോ. എന്തോ ആലോചിച്ച് ഒന്ന് ചിരിച്ചുകൊണ്ട് അമൽ പറഞ്ഞു.
ഇമ്മട്ടി ആൻഡ് സൺസ് ഗോൾഡ് ജ്വല്ലറിയുടെ MD മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ വിജയ് ആദ്യം ശ്രദ്ധിച്ചത് സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണടയ്ക്ക് പിന്നിൽ കുറുക്കന്റെ കൗശലം ഒളിപ്പിച്ചു വെച്ച തിളങ്ങുന്ന കണ്ണുകളെയാണ്. മുറിയിലേക്ക് കടന്നു വന്ന അവരെ നോക്കി വെളുക്കെ ചിരിച്ചുകൊണ്ട് MD കസേരയിലിരുന്ന ആ രൂപത്തെ അവർ ശ്രദ്ധയോടെ വീക്ഷിച്ചു. കഴുത്ത് മലർക്കെ തുറന്നിട്ടിരിക്കുന്ന വെളുത്ത ജുബ്ബയുടെ ഇടയിൽ കൂടി കട്ടിയുള്ള സ്വർണമാല കാണാം. ഡൈ ചെയ്ത് കറുപ്പിച്ചിരിക്കുന്ന മീശയുടെയും മുടിയുടെയും ഇടയിലായി അവിടെ കുറച്ച് നരകളുണ്ട്. കട്ടി മീശ ഇടയ്ക്ക് വിരലുകൊണ്ട് ആൾ ഒതുക്കി വെക്കുന്നുമുണ്ട്. ഇരിക്കെ ആരാന്ന് മനസ്സിലായില്ല കേട്ടോ. ഓ, പറഞ്ഞാലും അറിയാൻ സാധ്യതയൊന്നുമില്ല ജോർജ് സാറേ. പക്ഷെ ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാവും. മുന്നിൽ കിടന്ന കസേരയിലേക്ക് ഇരുന്നിട്ട് വിജയ് പറഞ്ഞു. അതെന്നാ മക്കളെ ആ ഒരു കാര്യം? മുഖത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ചിരി ഒരല്പം പോലും മങ്ങാതെയുള്ള അയാളുടെ സംസാര രീതി ശ്രദ്ധിക്കുകയായിരുന്നു അമലു. ഓ, വേറൊന്നുമില്ല സാറേ. ഞങ്ങൾ വരുന്ന വഴിക്ക് ആ മലനാട് ടിവിയുടെ റിപ്പോർട്ടർ രമേശ് നമ്പ്യാരെ ഒന്ന് കണ്ടായിരുന്നു. അപ്പൊ പുള്ളിയാ പറഞ്ഞത് ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും മോശം വാർത്ത ടിവിയിൽ കൊടുക്കണമെങ്കിൽ അത് ജോർജ് അച്ചായൻ പറഞ്ഞാലേ ചെയ്യുള്ളൂന്ന്. അതാ ഞങ്ങൾ സാറിനെ ഒന്ന് കാണാൻ വന്നത്. അയാളുടെ മുഖം ചുളിയുന്നതും കണ്ണുകൾ കുറുകുന്നതും വിജയ് ശ്രദ്ധിച്ചു. പക്ഷേ അപ്പോഴും മുഖത്തൊട്ടിച്ചിരുന്ന ചിരിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അതെന്നാടാവുക അവൻ അങ്ങനെ പറഞ്ഞത്? അല്ലേലും അവന് പണ്ടേ എന്നോട് വിരോധമുള്ളവൻ. ഞാൻ എന്നാ വാർത്ത കൊടുത്തെന്ന് അവൻ പറഞ്ഞത്. ആ ദേവകൃഷ്ണ MD ശിവനെയും കാമുകനും ആത്മഹത്യാ ശ്രമിച്ച വാർത്ത സാറ് പറഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് അവൻ പറഞ്ഞത്. കർത്താവിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഈ ജോർജ് ചെയ്യുകയല്ല കേട്ടോ. ആ ശിവ നമ്മുടെ സ്വന്തം കൊച്ചല്ലേ, അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കൊടുക്കുവോ? അല്ല, അവര് കാല് തെറ്റി താഴെ വിടവാ എന്നും പറഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ ടിവിയിൽ വേറെ റിപ്പോർട്ടും വന്നായിരുന്നല്ലോ. നിങ്ങളത് കണ്ടില്ലായിരുന്നോ? തലയിൽ കൈവച്ചുകൊണ്ടുള്ള അയാളുടെ പറച്ചിൽ കേട്ട് അമൽ പല്ല് കടിച്ചു. എന്തായാലും സാർ രമേശ് നമ്പ്യാരെ വിളിച്ചൊരു വാർത്ത കൂടി ഒന്ന് കൊടുക്കാൻ പറയണം. ശിവനെ ഹോസ്പിറ്റലിൽ കയറി ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച വിൽഫ്രഡ് ജോർജ് മട്ടിയെ ആരോ ആക്രമിച്ചു. അതാണ് വാർത്ത. കസേരയിൽ നിന്നും എഴുന്നേറ്റ് കൈകൾ മേശപ്പുറത്തു കുത്തി മുന്നോട്ടാഞ്ഞുകൊണ്ട് അമൽ പറഞ്ഞു. എന്റെ കർത്താവേ, ഇത് എന്തോന്നൊക്കെയാടാ പിള്ളേരെ ഈ പറയുന്നേ? എന്റെ ചേക്കൻ ആ ശിവക്കൊച്ചിനെ ഭീഷണിപ്പെടുത്തിയെന്നോ? നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ശിവ തന്നെയാ സാറേ പറഞ്ഞത്. അത് കേട്ടപ്പോ ഇവന് സഹിച്ചില്ല. അല്ലെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി എന്നറിഞ്ഞ നമ്മ ആണുങ്ങൾ നോക്കിക്കോ സാറേ. കസേരയിൽ ഇരിക്കുകയായിരുന്ന വിജയിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമൽ പറഞ്ഞത്. ആ, എന്നതായാലും മക്കള് ചെല്ലി, ഞാൻ അവനെ വിളിച്ചൊന്ന് ഗുണദോഷിക്കാം. പിന്നെ മക്കളൊന്ന് സൂക്ഷിച്ചേക്ക് കേട്ടോ. എന്നെ പോലെ അല്ല അവന്റെ സ്വഭാവം. ഇടഞ്ഞ മഹാ അഴുക്കാവൻ. ദേഹം വേദനിച്ചാ പിന്നെ പറയുകയും വേണ്ട. അപ്പോ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലയോ? ചിരിച്ചുകൊണ്ട് പറഞ്ഞ ജോർജിന്റെ ആ വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന ഭീഷണി മനസ്സിലാക്കിയ വിജയും അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്റെ സാറേ, അങ്ങനെയുള്ള ആളുകളെയാ ഞങ്ങൾക്കിഷ്ടം. അല്ലാതെ എന്തു പറഞ്ഞാലും ഇങ്ങനെ തേച്ചൊട്ടിച്ചതുപോലെ ഇളിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടമല്ല. എന്നാ വരട്ടെ സാറേ, വാടാ. വിജയ് അമലിനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അയാള് കുറുക്കനൊന്നും അല്ലടാ, ചെന്നായാണ് ചെന്നായി. കണ്ണുകളിൽ ക്രൗര്യവും ശകുനിയുടെ ബുദ്ധിയുമുള്ള ചിരിക്കുന്ന ചെന്നായി. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ വിജയ് പറഞ്ഞു. നമ്മൾ വീട്ടിലെത്തും മുന്നേ മഴ പെയ്യുമെന്ന് തോന്നുന്നു കേട്ടോടാ. ഹൈ റേഞ്ചിലെ വിജനമായ വഴിയിൽ കൂടെ തിരികെ ബൈക്കിൽ പോരുന്നതിനിടയിൽ മുകളിൽ ഇടിമുഴക്കങ്ങളോടൊപ്പം ആകാശം നെയ്യുന്ന മിന്നൽ വലകൾ കണ്ട് അമൽ പറഞ്ഞു. ഒരു ഹെയർ പിൻ വളവ് തിരിഞ്ഞതും പുറകിലായി ഒരു കറുത്ത സ്കോർപിയോ വേഗത്തിൽ വരുന്നത് വിജയിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ തൊട്ടുപുറകെ എത്തിയ സ്കോർപിയോ ഇടിക്കാനെന്നതുപോലെ ഇരച്ചുകൊണ്ട് അടുത്തേക്ക് വന്നതും വിജയ് ബൈക്ക് ഒന്ന് വെട്ടിച്ച് മുകളിലേക്കുള്ള വള്ളിപ്പടർപ്പുകൾക്കിടയിലേക്ക് ഓടിച്ചു കയറ്റി. ബാലൻസ് തെറ്റിയ ബൈക്ക് സൈഡിലേക്ക് ചരിഞ്ഞു. അവരെ കടന്ന് മുന്നോട്ടു നീങ്ങിയ സ്കോർപിയോ കുറച്ചു മുന്നിലായി ബ്രേക്കുകൾ ഉരഞ്ഞ് റോഡിൽ നിന്നു. ബൈക്ക് ഉയർത്തി നേരെയാക്കുന്നതിനിടയിൽ സ്കോർപിയോയിൽ നിന്നും 5-6 പേർ പുറത്തേക്ക് ചാടി ഇറങ്ങുന്നത് അവർ കണ്ടു. അവരുടെ കൈകളിലിരിക്കുന്ന എക്സ്പാൻഡബിൾ മെറ്റൽ സ്റ്റിക്കുകൾ കണ്ട് വിജയും അമലും പരസ്പരം നോക്കി. പണിയാണല്ലോ മോനെ ആ വരുന്നത്. അമൽ പറഞ്ഞത് കേട്ട് ബൈക്ക് സ്റ്റാൻഡിലേക്ക് വെച്ച ശേഷം വിജയ് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൈകൾ കുടഞ്ഞു.
ആ സമയം തന്നെ ചരൽക്കല്ലുകൾ വാരി വിതറും പോലെ ആർത്തിരമ്പിയെത്തിയ മഴ അവരെ പൊതിഞ്ഞു. അപ്പോ എങ്ങനെയാ മോനെ, തുടങ്ങുകയല്ലേ? മഴയിൽ നനഞ്ഞ് മുഖത്തേക്ക് വീണ മുടിയിഴകൾ ഇരു കൈകൾ കൊണ്ടും പുറകിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് വിജയ് അമലിനോട് ചോദിച്ചു. ഓ യെസ്, ഞാൻ എപ്പോഴേ റെഡി. ഇരു കൈകളും ജീൻസിന്റെ പോക്കറ്റിലേക്കിട്ട് അവൻ വിജയനെ നോക്കി ഇളിച്ചു കാണിച്ചു. പോക്കറ്റിൽ നിന്നും പുറത്തേക്കെടുത്ത കൈകൾ അവൻ വിജയിന് നേരെ ഉയർത്തി. അവന്റെ രണ്ട് കൈകളിലും 5 വിരലുകളിലുമായി ഇടുന്ന വിധത്തിലുള്ള അറ്റം കൂർത്ത ഇടിക്കട്ടകൾ കണ്ട് വിജയ് ചിരിച്ചു. അവന്റെ കൈകളും പോക്കറ്റിൽ കിടന്നിരുന്ന ഇടിക്കട്ടകൾക്കായി പരതി. സ്കോർപിയോയിൽ നിന്നും ഇറങ്ങിയവർ സ്റ്റീൽ ബാറ്റണുകളും ചുഴറ്റി അവർക്ക് നേരെ പാഞ്ഞെടുത്തു. അമലിനെ ഒന്ന് നോക്കി കണ്ണുകൾ കൊണ്ട് സൂചന നൽകിയിട്ട് വിജയ് പെട്ടെന്ന് താഴേക്ക് അമർന്നിരുന്നു. പുറകോട്ട് നീങ്ങിയ അമൽ മുന്നിലേക്ക് ഓടി വന്ന് വിജയിന്റെ തോളിൽ ചവിട്ടി മുന്നിലേക്ക് മുകളിലൂടെ ഉയർന്നു ചാടി. ഏറ്റവും മുന്നിലായി ഓടിയെത്തിയവൻ തന്റെ കയ്യിലിരുന്ന ബാറ്റേൺ താഴെ ഇരിക്കുകയായിരുന്ന വിജയിന്റെ തലയ്ക്ക് നേരെ ആഞ്ഞു വീശി. വിജയ് ഇടിക്കട്ട ധരിച്ച തന്റെ ഇടത് കൈ ചുരുട്ടി മുകളിലേക്ക് ഉയർത്തി. അവന്റെ തലയ്ക്ക് നേരെ വന്ന ആ സ്റ്റീൽ ബാറ്റേൺ കയ്യിൽ ധരിച്ചിരുന്ന ഇടിക്കട്ടയിൽ തട്ടി നിന്നു. അതേസമയം തന്നെ അവന്റെ വലത് കൈയിലെ ഇടിക്കട്ട മുന്നിൽ വന്നവന്റെ കാലുകൾക്കിടയിലെ മർമ്മസ്ഥാനത്ത് ആഞ്ഞു പതിച്ചു. കഠിനമായ വേദനയോടെ അലറിക്കൊണ്ട് അവൻ താഴേക്ക് കുനിഞ്ഞിരുന്നു പോയി. മുകളിലൂടെ ചാടി തങ്ങൾക്ക് നേരെ കൈ പുറകിലേക്ക് ആഞ്ഞു പിടിച്ചു കൊണ്ടുവരുന്ന അമലിനെ കണ്ട് ഏറ്റവും പുറകിലായി ഓടിയെത്തിയ രണ്ടുപേർ തറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ സമയം കയ്യിലിരുന്ന ബാറ്റേൺ ഉപയോഗിച്ച് അമലിനെ അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപേ തന്നെ അവൻ അവരുടെ മേലേക്ക് വീണിരുന്നു. അവന്റെ കയ്യിൽ ധരിച്ചിരുന്ന ഇടിക്കട്ട കൊണ്ടുള്ള ഇടിയേറ്റ് ഒരുത്തന്റെ താടിയല് തകർന്ന് അവൻ നിലം പതിച്ചപ്പോൾ രണ്ടാമത്തവൻ അമലിന്റെ ചവിട്ടുകൊണ്ട് ദൂരേക്ക് തെറിച്ചു വീണു. താടിയല് തകർന്ന് ബോധം കെട്ട് വീണവന്റെ കയ്യിലിരുന്ന ബാറ്റേൺ എടുത്തുകൊണ്ട് അമൽ ആക്രമിക്കാൻ വന്നവർക്ക് പുറകിലായി തിരിഞ്ഞു നിന്നു. അവർക്ക് മുന്നിൽ മർമ്മസ്ഥാനത്ത് ഇടികൊണ്ട് താഴേക്ക് വീണവന്റെ കയ്യിലിരുന്ന ബാറ്റേൺ കൈക്കലാക്കിക്കൊണ്ട് വിജയും എഴുന്നേറ്റു നിന്നു. കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് സംഭവിച്ച ആ കാര്യങ്ങൾ കണ്ട് ആക്രമിക്കാൻ വന്നവർ ഒരു നിമിഷം പകച്ചു നിന്നുപോയി. വേട്ടക്കാർ ഇരകളായി മാറി എന്നറിഞ്ഞ നിമിഷത്തിന്റെ ഞെട്ടലിൽ നിന്നും അവർ ഉണരുന്നതിന് മുൻപ് തന്നെ വിജയും അമലും ഇരുമ്പ് ബാറ്റേണുകളുമായി ഇരുവശത്തു നിന്നും അവർക്ക് നേരെ പാഞ്ഞു കഴിഞ്ഞിരുന്നു. തുടരും. വില്വാദ്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്ക് ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.